നഗരസഭ 21-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന പരിപാടി കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വീണ്ടും ഉയരുമ്പോഴാണ് മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ കൂട്ടുകൂടാനായിട്ട് പഠിക്കുന്നത്. അങ്ങനെ പക്ഷികളോടും മൃഗങ്ങളോടും വർത്തമാനം പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ മൃഗങ്ങളോട് വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ പക്ഷികളോട് വർത്തമാനം പറയുന്നത് നോക്കി നിന്നാൽ തന്നെ നമുക്ക് കൗതുകം തോന്നാറുണ്ട്. അത് ആനിമൽ വേൾഡാണ്. 4ാമത്തെ ലോകമാണ് ഹ്യൂമൻ വേൾഡ്. മനുഷ്യരോട് സംവദിക്കാനായിട്ട് പഠിക്കുന്നത്. അങ്ങനെ മനുഷ്യരെല്ലാം ലോകത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും ഈ മനുഷ്യലോകത്തിൻ്റെ അകമാണെന്ന് മക്കൾ പഠിക്കുക. വീണ്ടും ഉയർന്നു പോകുമ്പോഴാണ് ഡിവൈൻ വേൾഡ്, ദൈവലോകം. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ലോകത്തിൽ യാത്ര ചെയ്ത് ദൈവലോകത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെയെങ്കിൽ എല്ലാ മക്കളും സ്നേഹമുള്ളവരായിരിക്കും. എന്തിനോട് സ്നേഹമാണ്? പ്രകൃതിയോട് ഒരുപാട് സ്നേഹമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ച് നമ്മൾ പ്രകൃതിയെ നമ്മൾ അവഗണിക്കുന്നത് ഒരു വലിയ സങ്കടമാണ്. നമുക്കറിയാം, നമ്മുടെ നമ്മുടെ സുനിൽകുമാർ സാറിനോട് അതുപോലെ നമ്മുടെ പഞ്ചായത്ത്, വാർഡ്, മുനിസിപ്പാലിറ്റിയുള്ള എല്ലാ വലിയ വ്യക്തിത്വങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഇനിയും കർമ്മ പദ്ധതികൾ ഉണ്ടാകും. അതിന് മക്കൾ. വാർഡ് കൗൺസിലർ കെ എ സുനിൽകുമാർ അധ്യക്ഷനായി. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ മാത്രമല്ല, അവരുടെ കുടുംബവും സമൂഹവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ആ ഒരു നേട്ടം ഞങ്ങൾക്കും വേണം എന്നുള്ള പ്രചോദനം നൽകിക്കൊണ്ട് 1 മുതൽ 10 വരെയുള്ള കുട്ടികൾ ആ ഒരു തയ്യാറെടുപ്പോടുകൂടി നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. ടി.എസ്. രാജീവ് കുമാർ, രാജീവൻ പടിഞ്ഞാറ്റ്, ഡോക്ടർ രഘുനാഥ് കർത്ത, മഹാദേവൻ വടക്കിടം, രേഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തകവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു.